പക്ഷെ ഞാൻ ഒരു കാര്യം പറ, ഇനി ഈ വീട്ടിലെങ്ങാനും ഇയാള് വന്ന് വല്ല പണി കാണിച്ച, ഞാൻ ഒരു നാട്ടില് വന്ന് ഒരു വീട്ടില് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ പാല് കാച്ചിട്ടേ പോകൂ. നിനക്ക് ആ കൊച്ചു വളർന്നേടാ, യാവന്റെ ആയിക്കോട്ടെ, നീ പോകുമ്പോ കൊണ്ടുപോ, നിന്റെ ആണെങ്കിൽ നീ പോകുമ്പോ കൊണ്ടുപോകണം. ഈ കാശുള്ളവന്റെ കുത്തിക്കിഴപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശാരികയുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടപ്പുറം ഈ കാണുന്ന ഒരു വലിയ വീട് ഒരു കോടീശ്വരനാണെന്ന് തോന്നുന്നു. എന്ത് കോടീശ്വരനാണേലും കരുണയില്ലാത്തവൻ ഒരു കോടീശ്വരനുമല്ല, നമുക്കൊരു പൂടയുമല്ല. ഇന്ന് എൻ്റെ പണിക്കാരെന്ന് പറയുമ്പം എൻ്റെ സഹോദരങ്ങളാണ്. അവരൊന്നും പൈസ മോഹിച്ച് നിൽക്കുന്നവരല്ല. അവരെല്ലാവരും നിൽക്കുന്നത് എൻ്റെ അടുത്തുള്ള ആ സ്നേഹത്തിൻ്റെ പുറത്ത് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാം. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഈ പണിയണത്. ഇന്ന് നമ്മളെ പണിക്കാർ പണിതുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശരിക്കും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു കഴിവയുടെ മോഹമുണ്ട്. ഈ പാവപ്പെട്ട ഈ കൊച്ചിൻ്റെ വീടിൻ്റെ പണി നടന്ന സമയത്ത് ഈ മതിലൊന്ന് ഒരു ചാര ഇട്ട് വെച്ച്, ഇതാണ് ഒരു ചാര ഇട്ട് വെച്ചിരുന്നത്. അതിനയാൾ വെട്ടുവെച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് പൊക്കളഞ്ഞ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, നമ്മളൊക്കെ കഷ്ടപ്പെട്ട്, ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ 2 മണിക്കൂർ വണ്ടി ഓടി ഇവിടെ എത്തി. ഇവർക്ക് പണി ചെയ്യാൻ നിവർത്തിയില്ല. ഇയാളിത് ഇന്ന് ആദ്യമായിട്ടല്ല, ഇയാൾ സ്ഥിരം ഈ വീടിൻ്റെ പണി തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയ പണിയാണ് ഇയാൾക്ക്. ഇയാളെ കടി അന്ന് തുടങ്ങിയാണ്. നമ്മളെ കൊണ്ട് തീക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പിന്നെ ഈ പറഞ്ഞ 3 എന്ന് പറഞ്ഞാൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 16-ന്റെ നമ്മൾ ഇഡലി കഴിക്കാൻ വരേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെറുതെ വിടുന്നത്. ഇനിയിപ്പോൾ കൂടിപ്പോയി 5-6 വർഷം, അപ്പോഴേക്കും ചത്ത് മണ്ണടിയും. ഈ പന്നീര മോയ് ഇവിടെ ഈ ആൾക്കാരൊക്കെ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതുപോലും നോക്കാതെയാണ് വെട്ടി ഈ കയറിനെ അടത്തിട്ടത്. നിങ്ങൾ ആലോചിക്കുകയാണ്, എങ്ങാനും ഈ പാവപ്പെട്ട മനുഷ്യന്മാർ വന്ന് തറയെ വീണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരെടുത്തോണ്ട് പോകും? ഇവനും ഇല്ലേ മക്കളൊക്കെ? ആ വീട്ടിൽ 2-3 സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മറിഞ്ഞടിച്ച് വീണ് ചത്തു പോയാൽ ആര് സമാനം പറയും? യാവന്റെ ആയിക്കോട്ടെ, നീ പോകുമ്പോ കൊണ്ടുപോ, നിന്റെ ആണെങ്കിൽ നീ പോകുമ്പോ കൊണ്ടുപോടാ. ഇങ്ങനെ അസൂയ കാണിക്കലോ. കാശുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നതിന്റെ ഒരു മനസ്സിൽ വേണ്ടേ? സ്വർഗത്തിൽ പോകാനല്ലേ നമ്മളൊക്കെ നിസ്കരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ? അറ്റ്ലീസ്റ്റ് നരകത്തിലെങ്കിലും പോകണ്ടേ? ഇത് നരകത്തിലൊന്നും എടുക്കൂലല്ലോ. കാലന് പോലും വേണ്ടാത്ത പാൽ ജന്മങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വെട്ടിക്കൂട്ടി ഈ ഉണ്ടാക്കി കൂട്ടുന്നത്? എന്തിനാണ് തരും ഇവർ? ഈ പാവ ഇവിടെ വീട് വെച്ച് ഇവയാക്കിട്ടാണ് നഷ്ടം വരാനുള്ളത്. ഇവിടെ ഈ സൈഡിൽ നിന്ന് മരങ്ങളെല്ലാം മുറിപ്പിച്ച് പഞ്ചായത്തിന്റെ അടുത്ത് പറഞ്ഞ് ഇതെല്ലാം മുറിപ്പിച്ച്. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ വിഷയങ്ങൾ. ഇപ്പൊ ഈ കാണിക്കുന്ന ചെറ്റത്തരം റബ്ബർ പിടിച്ച് കിടക്കുന്ന വിളയിൽ ഇതിന്റെ പുറത്ത് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് വെട്ടിയറുത്തിട്ടിട്ട് ഇതൊക്കെ എന്ത് തെണ്ടിത്തനെന്നറിയാം ഈ കാണിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിലൊരു കൊച്ചു വളർന്നു വരണുണ്ട്. ആ വീഡിയോ എടുക്കല്ലേ, കൊച്ചു വളർന്നുണ്ട്. ഈ കൊച്ചിക്ക ഈ കഴിയുടെ മോനെയൊക്കെ കണ്ടല്ലേ വളരണത്. നമ്മളിവിടെ വരുമ്പോ പണി ചെയ്യുമ്പോ എന്ത് ചീത്ത വിളിന്നറിയാം ഇവിടെ നിന്ന്. ഇവരൊക്കെ ഇപ്പോഴാണ് പറയണത്. ഇവരൊക്കെ ഡെയിലി ചീത്ത വിളിയെന്ന്, അവിടെ നിന്ന് താഴെ നിന്ന് മണ്ണ് വാരി എറിയല്. ഇനിയിപ്പോ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയും അയാൾക്ക് മാനസിക അസുഖമാണെന്ന്. അയാൾക്ക് ഒരു മാനസിക അസുഖമില്ല. ഇയാളുടെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാഴപ്പിണ്ടി അടിച്ച് കയറ്റാത്തതിന്റെ കുഴപ്പമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറ, ഇനി ഈ വീട്ടിലെങ്ങാനും ഇയാൾ വന്ന് വല്ല പണി കാണിച്ച, ഒന്നുമില്ലെങ്കിൽ ഇയാളെ ചുക്കാമണിയെങ്കിലും ചെത്തിയെടുത്ത് 2 മുളക് തേച്ചിട്ടേ പോകുള്ളൂ. നമ്മള് തമാശയായിട്ടല്ല, കാര്യമായിട്ട് പറയണത്.